ഹലോ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാരും ആനയുടെയും തയ്യൽക്കാരന്റെയും കഥ കേട്ടിട്ടുണ്ടാവില്ലേ? എന്നാൽ നിങ്ങൾ ഇന്നൊരു ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് ഇന്ന് അതൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഇതാണ് നമ്മുടെ കിട്ടുവാന. അവൻ ഒരു ഗ്രാമത്തിൽ വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുമായിരുന്നു. അവിടെ ഉള്ളവർക്കൊക്കെ അവനെ വലിയ ഇഷ്ടമായിരുന്നു. അവന് തിരിച്ചും എല്ലാരെയും ഇഷ്ടമായിരുന്നു. അവന് ഒരു ഡെയിലി റുട്ടീനൊക്കെ ഉണ്ടായിരുന്നു. എന്നും രാവിലെ അവൻ വീടിന്റെ അടുത്തുള്ള പുഴയിൽ പോയി കുളിക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ട് അവിടുത്തെ കരിമ്പൊക്കെ കഴിച്ചു തിന്ന് പിന്നെ തിരിച്ച് വൈകുന്നേരം വീട്ടിൽ പോകുന്ന വഴിക്ക് അവിടെ അടുത്തുള്ള ഒരു തയ്യൽക്കടയിൽ അവൻ കുറെ സമയം ചെലവാക്കുമായിരുന്നു. ആ തയ്യൽക്കടയിലാണെങ്കിലോ അവന് വളരെ പ്രിയപ്പെട്ട ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു. തയ്യൽക്കാരന്റെ പേരാണ് രാമു. രാമു അവന് എന്നും ഓരോ പഴം കൊടുക്കുമായിരുന്നു. നമ്മുടെ ആനയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു പഴം. രാമു എന്നും പഴം കൊടുക്കുന്നതുകൊണ്ട് ആനയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. ആന എന്നും ആ പഴം കഴിക്കാനായിട്ട് വരുമായിരുന്നു നമ്മുടെ തയ്യൽക്കടയിലോട്ട്. എന്നാൽ ഒരു ദിവസം രാമുവിന് നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പം ഒരു ദുഷ്ടനായ തയ്യൽക്കാരനാണ് അവിടെ രാമുവിന് പകരം ഉണ്ടായിരുന്നത്. ഇവൻ വിചാരിച്ചു, ഈ ആനയ്ക്ക് എന്തിനാ ഇങ്ങനെ പഴം കൊടുക്കുന്നത്, എന്നാൽ അവനൊരു പണി കൊടുത്തേക്കാം. നമ്മുടെ പാവം കിട്ടുവാന എന്നത്തെ പോലെ പഴം കിട്ടുമെന്ന് വിചാരിച്ച് തുമ്പിക്കൈ നീട്ടിക്കൊടുത്തു. എന്നാ കിട്ടിയതെന്താ? നമ്മുടെ ദുഷ്ടനായ തയ്യൽക്കാരന്റെ കയ്യിൽ നിന്ന് സൂചി കൊണ്ട് ഒരു കുത്ത് തുമ്പിക്കൈ കിട്ടി. പാവം കിട്ടുവാന വല്ലാതെ വേദനിച്ച് കരയാൻ തുടങ്ങി. കിട്ടുവാനയ്ക്ക് വളരെ വിഷമമായിപ്പോയി. പഴം പ്രതീക്ഷിച്ച് ചെന്ന കിട്ടുവാനയ്ക്ക് കിട്ടിയതോ നല്ല വേദനയുള്ളൊരു കുത്ത്. പാവം കിട്ടുവാന. എന്തുകൊണ്ടാണ് പറയുന്നത് ആനകൾ ഒരിക്കലും ഒന്നും മറക്കില്ല എന്ന്? കാരണം മറ്റൊന്നുമല്ല, അവരും നമ്മളെപ്പോലെ തന്നെ ബുദ്ധിയുള്ള ജീവികളാണ്. അവരുടെ മനസ്സ് ഒരിക്കൽ വേദനിച്ചാൽ അവർ അത് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. പഴം കിട്ടുന്നതിന് പകരം സൂചി കൊണ്ട് ഒരു കുത്ത് കിട്ടിയാൽ ഏതാനയാണ് മറക്കുക? അങ്ങനെ നമ്മുടെ പാവം കിട്ടുവാനയും ചിലതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തു. അവർ എന്നത്തെ പോലെ നമ്മുടെ റിവറിൽ കുളിക്കാനൊക്കെ പോയിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്തുകൊണ്ട് വന്നു. എന്തിനാ? നമ്മുടെ തയ്യൽക്കാരൻ തയ്ച്ചുകൊണ്ടിരിക്കുമ്പം ആ വെള്ളം ആ തയ്യൽക്കടയിലോട്ട് ചീറ്റി എറിയാൻ വേണ്ടി. അങ്ങനെ തയ്യൽക്കാരനും തയ്യൽക്കടയും മൊത്തം നനയാൻ വേണ്ടി. കിട്ടുവാന് അവന്റെ പ്ലാൻ പോലെ തന്നെ ആ തയ്യൽക്കടയിലേക്ക് ചെളിവെള്ളം ഒറ്റ വീശി എറിഞ്ഞു. തയ്യൽക്കാരന് അവന്റെ തെറ്റ് മനസ്സിലായി. ഒന്നും ചെയ്യാത്ത ഒരു പാവം ആനയെ വേദനിപ്പിച്ചതുകൊണ്ടല്ലേ അവന്റെ തയ്യൽക്കട ഇങ്ങനെ ആയിപ്പോയത്. അവന് വല്ലാതെ വിഷമം തോന്നി. അയ്യോ, എന്തിനാ പാവം ആനേനെ ഞാൻ വേദനിപ്പിച്ചത് എന്ന് അവൻ വിചാരിച്ചു. രാമു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം കിട്ടുവാനയോട് ആ നാട്ടിലുള്ളവർ എല്ലാവരും വളരെ